ശ്രീകരേട്ടാ, വാ ഏട്ടാ. അവനി ശ്രീകരേട്ടാ, എന്തേ നോക്കി നിക്കുന്നേ? വാ ഏട്ടാ. അവനെ എന്തിനാവും അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അവൾ എങ്ങനെയായിരിക്കും ആ കാര്യമൊക്കെ അറിഞ്ഞത്? അമ്മ എന്നോട് സംസാരിച്ചതൊക്കെ കേട്ട് കാണോ? കേട്ടിരുന്നെങ്കിൽ അവൾ അപ്പൊ തന്നെ എന്നോട് ചോദിക്കായിരുന്നല്ലോ, ഞാൻ നിങ്ങളുടെ കൂടെ മാത്രമേ നിൽക്കൂ, എന്നെ പുറത്തിറക്കി വിടരുതെന്നും നമ്മുടെ കല്യാണക്കാരി ഇവിടെ പറയട്ടെന്നും അങ്ങനെയൊക്കെ പറയുമായിരുന്നു അവള്. വീട് വിട്ട് അവള് പോവാൻ ചാൻസ് ഇല്ല. അപ്പോ എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? അവനെ എങ്ങോട്ടായിരിക്കും പോയത്? ഞാൻ അവളോട് കാണിച്ച എല്ലാ തെറ്റുകളും ഓർത്ത് ഫോണ് പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ കഴിയില്ല. ദയവ് ഇതെന്നെ വിളിക്കരുത്, കോൾ ചെയ്തെന്നെ വിഷമിപ്പിക്കരുത്. അവനെ പ്ലീസ് 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 ഒന്ന് എടുക്ക അവനെ. ഫോൺ എടുക്ക അവനെ, പ്ലീസ് അവനെ. എന്തായിരിക്കും ഫോൺ എടുക്കാത്തത്? ആരാ അവനി? ഇത്രയും നേരം റിങ് ചെയ്തിട്ടും നോക്കി നിൽക്കുന്നതല്ലാതെ എന്താ നീ ഫോൺ എടുത്ത് സംസാരിക്കാത്തെ? ശ്രീകറാണോ വിളിക്കുന്നേ? പറ അവനി, ശ്രീകറാണോ വിളിക്കുന്നത്? കസ്റ്റമർ കെയറിന്റെ കോളാ, അതുകൊണ്ട് ചേച്ചി ഞാൻ എടുക്കാതിരുന്നെ. ആ ആണോ? അവള് വീട്ടിൽ പോയി കാണില്ല. എന്താന്ന് വെച്ചാ അവിടെ അയാളുണ്ടായിരിക്കില്ലേ? അപ്പോ എങ്ങോട്ടായിരിക്കും പോയത്? അവളുടെ ഫ്രണ്ട് ആ ഗീതയുടെ അടുത്ത് പോയിട്ടുണ്ടാവോ?
എന്താ മോളെ? ചെറിയമ്മ എവിടെ? റൂമിലുണ്ടാവും. ചെറിയമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടല്ലേ അമ്മേ? എന്റെ കൂടെ ഒന്ന് കളിക്കാൻ പോലും ചെറിയമ്മ ഇതുവരെ വന്നില്ല. ചെറിയമ്മ ശരിക്കുണ്ടല്ല. എനിക്കും അത് തോന്നിയതാ മോളെ. പക്ഷെ ഞാൻ ചോദിക്കുമ്പോ ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. എന്തായാലും നമ്മുടെ ചെറിയമ്മ പഴയ പോലെ ഹാപ്പിയേ അല്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചെറിയച്ഛന്റെ വീട്ടിൽ എന്തോ പ്രശ്നാന്നാ എനിക്ക് തോന്നുന്നത് അമ്മേ. ചെറിയമ്മ വരുന്നുണ്ട്, നീ മിണ്ടാതിരിക്കെ. ഇത് പിടിക്ക. അമ്മയും മോളും കൂടി എന്താ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. എന്നെ കുറിച്ചാണല്ലേ സംസാരിച്ചോണ്ടിരിക്കുന്നത്? പറ ചേച്ചി. ചെറിയമ്മയെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. കൊച്ചുകുട്ടികള് കളവ് പറയാൻ പാടില്ല. നിന്നെക്കുറിച്ച് സംസാരിക്കാൻ എന്താ ഉള്ളത് അവന്? സൗമ്യക്ക് സ്കൂളിൽ പോകാൻ സമയമായി. ഞാൻ അവളെ ആക്കിയിട്ട് വരാം. ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വിശക്കുമ്പോ എടുത്ത് കഴിച്ചോ. ഞാൻ പോട്ടെ. ചേച്ചി കൂടി വന്നിട്ട് കഴിക്കാം നമുക്ക്. എനിക്ക് പത്രയ്ക്ക് വിശക്കുന്നില്ല. ശരി അവനി. സൗമ്യ വാ. അവനി, ഈ നേരം കൊണ്ട് 2-3 പ്രാവശ്യമെങ്കിലും ശ്രീകറിന്റെ കോള് വരേണ്ടതല്ലേ? ഇതുവരെ വിളിച്ചില്ലല്ലോ. അത് ഓഫീസ് വർക്കുള്ളതുകൊണ്ട് അവിടെ ബിസി ആയിരിക്കും ചേച്ചി. നിങ്ങൾ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്താ ചേച്ചി, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ നന്നായി ജീവിക്കുമ്പോൾ സന്തോഷിക്കുന്നത് ഞാനാ. എന്റെ ജീവിതം പോലെ നിന്റെ ജീവിതം ആകരുതെന്ന എന്റെ പ്രാർത്ഥന മുഴുവൻ. വിഷമം വരുമ്പോ പോയി പറയാൻ വേണ്ടി നമുക്ക് അച്ഛനും അമ്മയും ആരും ഇല്ലല്ലോ. അതുകൊണ്ടാവനി ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നീ ഒന്നും വിചാരിക്കല്ലേ? വാ. സുഖാണോ മോനെ? സുഖാണ് ചേച്ചി. ഹായ് ചെറിയച്ഛ. ഹായ് സുജാ ചേച്ചി. അവനി അവള് വീട്ടിലുണ്ട്. നീ ബിസി ആയതുകൊണ്ട് അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചതാണെന്നാ പറഞ്ഞത്. സത്യമല്ലേ മോനെ? സത്യ ചേച്ചി. ഒരാഴ്ച അവളിവിടെ നിൽക്കാൻ വേണ്ടിയാ വന്നതെന്ന് പറഞ്ഞു. എനിക്കെന്തോ അത് കേട്ടപ്പോ പേടി തോന്നി. നിന്നോട് വഴക്കുണ്ടാക്കി വന്നതാണോ അതോ വീട്ടിലെ അവസ്ഥ മോശമായതുകൊണ്ട് വന്നതാണോന്നോർത്ത് ഞാൻ ശരിക്കും പേടിച്ചു. അങ്ങനെയൊന്നും ഇല്ല ചേച്ചി. ഇവിടെ വന്ന് നിൽക്കാൻ തോന്നിയപ്പോ അമ്മയോട് പെർമിഷൻ ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണത്രേ. അപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത്. അല്ലെങ്കിലും നിന്റെ വീട്ടിൽ എന്റെ അനിയത്തിക്ക് എന്ത് കുറവുണ്ടാകാനാ? എന്തായാലും നിങ്ങൾ അവളെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ. പക്ഷെ വന്നപ്പോ മുതല് ചെറിയമ്മ വളരെ ഡള്ളായിട്ടായിരുന്നേ. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആണോ മോളെ? അങ്ങനെ വരില്ലല്ലോ. ഞാൻ വീണ്ടും അവളോടൊന്ന് ചോദിക്കണമെന്ന് ഓർത്തതാ. അപ്പോഴേക്കും നീ ഇവിടെ എത്തിയല്ലോ. ഇപ്പൊ എനിക്ക് ഇത്തിരി ആശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഓരോന്ന്. നിനക്ക് അവനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. അവൾക്ക് വേണ്ടി നീ ജീവൻ വരെ കൊടുക്കും. അതെ ചേച്ചി, അവന് എന്റെ ജീവന ചേച്ചി. അവളെ നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. മോനെ, അവള് കാത്തിരിക്കുന്നുണ്ടാവും. നീ ചെല്ല്. ഞാൻ സ്കൂളിലേക്കൊന്ന് പോയിട്ട് വരാം. ശരി ചേച്ചി. അമ്മേ, ചെറിയ
സങ്കടം പോലെ. ചെറിയമ്മയെ കാണാത്തതിന്റെ വിഷമ മോളെ. ഉറപ്പാണോ? നിനക്ക് പ്രായത്തിന് ചേരാത്ത സംസാരം കുറച്ച് കൂടുന്നുണ്ട്. വാ നിൽക്കേട്ടാ. എന്തിനാ വന്നത്? താനെന്തിനാ പോകുന്നത്? നിങ്ങൾക്കറിയില്ലേ, എന്നെ പുറത്തേക്ക് അയക്കുന്ന കാര്യത്തില് ഏട്ടന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നതും സത്യം ചെയ്യിപ്പിക്കുന്നതും ഇന്നലെ ഞാൻ എന്റെ കണ്ണുകളോണ്ട് കണ്ടു. വീട്ടിലുള്ളവര് പുറത്തേക്ക് പോകാൻ പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ കഴിയും. അതേ കാര്യം ഞാൻ നിങ്ങളുടെ വായിന്ന് കേൾക്കുമ്പോ എനിക്കത് സഹിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പോന്ന് പറയുന്നത് വരെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ കാര്യം ചേച്ചി അറിഞ്ഞിട്ടില്ലെന്ന് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി. താങ്ക് ഗോഡ്. ചേച്ചി അറിഞ്ഞിരുന്നെങ്കിൽ ഈ നേരം കൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നേനെ. എനിക്ക് വേണ്ടി ചേച്ചി എന്ത് വേണമെങ്കിലും ചെയ്യും. വലിയവനോ ചെറിയവനോ ഉള്ളതോ ഇല്ലാത്തതോ ഒന്നും നോക്കില്ല. ലാവണ്യം കൂട്ടരും ആഘോഷിക്കുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവനെ. പക്ഷെ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് ഞാൻ എപ്പോഴും ഊഹിച്ചിരുന്നു. ഭാര്യ ഭാര്യയുടെ സ്ഥാനത്തും മരുമകളും മരുമകളുടെ സ്ഥാനത്ത് നിന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ അതിൽ അത്ഭുതം തോന്നിയേക്കാം. വീട്ടിലുള്ളവരോട് എന്തെങ്കിലുമൊക്കെ പറയാം. താൻ എന്റെ കൂടെ വാ. എന്തെങ്കിലും ഒന്ന് പറയാനാണെങ്കിൽ ഞാൻ എന്തിനാ വരുന്നത്? എല്ലാവരും ഓരോന്ന് പറയുന്നത് കേൾക്കാനോ? അങ്ങനെയുള്ളപ്പോ എന്റെ വീട്ടിൽ നിൽക്കുന്നതല്ലേ നല്ലത്? ഞാൻ അങ്ങനെ വന്ന വീണ്ടും അത് കള്ളത്തരം തന്നെയല്ലേ? ഇനി എനിക്കതിന് വയ്യ. ഭാര്യയായിട്ടും മരുമകളായിട്ടും പരിചയപ്പെടുത്താന്നൊന്ന് പറ. ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങാം. അതല്ല അവനെ. നിർത്തേട്ട. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ട കാര്യമില്ല. ആ വാക്കുകൾക്കൊന്നും എന്റെ മനസ്സിനെ തണുപ്പിക്കാനാവില്ല. ആത്മാഭിമാനം അടിയറവ് വെച്ച് ഓരോ നിമിഷം ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഭാര്യയേട്ടനെ കൊണ്ടുപോകുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി അശോകവനത്തിൽ രാമന് വേണ്ടി കാത്തിരുന്ന സീതയെ പോലെ ഞാൻ കാത്തിരിക്കുന്നുണ്ടോ? അമ്മയുടെ ആരോഗ്യം മോശമായതുകൊണ്ട് സമയമെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ തന്നോട് എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ടല്ലോ. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ അടിമപ്പെട്ടു പോയി. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് കരുതി ആ സ്നേഹത്തിൽ സംതൃപ്തി കിട്ടുന്നില്ല. എന്ന് കരുതി ഇവിടെ എത്ര നാളെന്ന് വെച്ചാ നിൽക്കുക? ചേച്ചിയുടെ ഭർത്താവ് എങ്ങനെ വന്നാലോ? അളിയനിൽ നിന്ന് എന്നെ രക്ഷിക്കാനായിട്ട് എനിക്ക് ചുറ്റും ഒരു കവചം പോലെ ചേച്ചി ഉണ്ടാവും. ആ കാര്യത്തിൽ എന്തായാലും എനിക്ക് പേടിയില്ല. അല്ലെങ്കിലും നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് ഞാൻ ജീവിച്ചു തീർത്തത് ഈ ജീവിതമല്ലേ? നിങ്ങൾ വന്നാൽ അതിന് മാറ്റം ഉണ്ടാവും കരുതി. ഇപ്പോഴും ആ ആഗ്രഹം നിറവേറിയിട്ടില്ല. ദൈവം ദയ കാണിക്കുന്നില്ല. അവനെ തന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ലേ? പരിഹാരം കിട്ടുന്ന അത്രയും കാലം മാറ്റം ഉണ്ടാവില്ല. ദയവ് ഇത് പോച്ചേട്ടാ. പിന്നെയും പിന്നെയും വരരുത്. അവനെ 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 വാതിലുറക്ക. അവനെ വാതിൽ തുറക്ക്. താൻ എന്റെ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവനെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവനെ വാതിലൊന്ന് തുറക്ക് പ്ലീസ്. അവനെ ചെകുത്താനെ കടലിൽ നടക്കെന്ന് പറയുന്ന പോലെ അവിടെ ആണെങ്കിൽ അമ്മ, ഇവിടെ ആണെങ്കിൽ നീ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു സമയത്ത് താൻ എന്നെ ഒറ്റയ്ക്കാക്കി പോവാണോ? ഒറ്റയ്ക്കാവുന്നത് നിങ്ങളല്ലേ ഏട്ടാ, ഞാന്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അവനെ എനിക്ക് ഒരേ ഒരു അവസരം കൂടെ തരൂ. ഞാൻ എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്റെ കൂടെ ഒന്ന് വാ അവനെ. പ്ലീസ് അവനെ, പ്ലീസ്. നിങ്ങൾക്ക് തന്നത് അവസാനത്തെ അവസരമാ. ഞാൻ പറഞ്ഞതുപോലെ ചെയ്യേട്ടോ. നിങ്ങൾ ഉടനെ ഇവിടെ
അപ്പു. നീ എവിടുന്ന വരുന്നത് ശ്രീ? അവനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതുകൊണ്ട് അവളിപ്പോ എവിടെയാണെന്ന് നോക്കാൻ പോയതാവും. അവനി എവിടെയുണ്ടെന്ന് ചേട്ടൻ അറിയാതിരിക്കില്ലല്ലോ. പിന്നെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൽ കൊണ്ടാക്കി കാണും. നമ്മുടെ വീടിനേക്കാൾ അതാണ് ബെറ്റർ എന്ന് തോന്നി കാണും. പ്രേമിക്കുന്നവരെ വേർപെടുത്തിയ അവർക്ക് എത്രത്തോളം വിഷമമുണ്ടോ അളിയനിപ്പോ അത്രത്തോളം വിഷമത്തിലാ ഉള്ളത്. ദയവ് ഇത് നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ കാര്യം എന്താണെന്ന് പറ. അവനെ കണ്ടിട്ട് വരുന്ന അമ്മേ. എന്റെ ഊഹം ഒരിക്കലും തെറ്റില്ലമ്മേ. അവൾ അവളുടെ വഴിക്ക് പോയതല്ലേ, അത് വിട്ടേക്ക് ശ്രീക. മുരളി ഫോൺ ചെയ്ത് അവൻ എവിടെയാന്ന് ചോദിച്ചാ അവൾ എവിടെയാ ഉള്ളതെന്ന് പറയാനുള്ള ബാധ്യത അതെനിക്കില്ലേ അച്ഛാ? അതേ ബാധ്യത നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിൽ നിനക്കുണ്ടാവണ്ടേ? നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നതുകൊണ്ട് ചില പരാതികളൊക്കെ ഉള്ളതുകൊണ്ടാ അവളെ പറഞ്ഞയക്കേണ്ടി വന്നത്. നിങ്ങൾ പുറത്തു വെച്ച് കാണാനാണെങ്കിൽ അതെങ്ങനെ ഒരു പരിഹാരമാവൂടാ? അമ്മയുടെ മുന്നിൽ നിർത്തി നിന്നെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിപ്പിച്ചത് ആവനി ഒരിക്കലും ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി മാത്രമല്ല. ഇനി നീ അവളെ കാണില്ലെന്നുള്ള ഒരു സത്യവും നിന്റെ ആ വാക്കിലുണ്ടായിരുന്നു. നിനക്ക് മനസ്സിലായല്ലോ? എന്നൊക്കെ ഇപ്പൊ തലയാട്ടും, എന്നിട്ട് പുറകെ പോയി വാലാട്ടും. നാളെയോ മറ്റന്നാളോ കാറിൽ സവാരി ചെയ്യുന്നത് ആ പണിക്കാരുടെ കണ്ണിലൊന്ന് പെട്ടാ മാത്രം മതി. പിന്നെ ശ്രീകറിന്റെ കല്യാണം നടന്നു തന്നെ. അത് കഴിഞ്ഞ പിന്നെ ആചാരം കാണില്ല, മൂക്കുത്തി ധരിക്കാനുള്ള മരുമകളും കാണില്ല. അങ്ങനെ നടക്കുന്നത് നല്ലതല്ലേ ചേച്ചി? പിന്നെ ചേട്ടന് ഞാനല്ലാതെ വേറെ വഴി കാണില്ല. ഞങ്ങളുടെ തല താഴ്ത്താൻ ഒരിക്കലും നീ അനുവദിക്കരുത്. മുരളി വരുന്നത് വരെ അവളോടൊന്ന് ക്ഷമിച്ചൂടെ അമ്മേ? എന്നിട്ടിപ്പോ അവൻ എവിടെയുള്ളത്? ഫ്രണ്ടിന്റെ വീട്ടിലാണോ അതോ ഏതെങ്കിലും ഹോസ്റ്റലിലാണോ? സുജാതയുടെ വീട്ടില്.